ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ എടുക്കുന്നത്. ഏതാണ്ട് 1.5 വർഷത്തോളമായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. പിന്നെ ഈ വീഡിയോ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എൻ്റെ വീട്ടിൽ ഇത് തന്നെയാണ്. ഞാൻ 10th ഓട്ടോഗ്രാഫ് ബുക്ക് കാണിക്കാൻ പോവാണ്. 10th ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന്. ഞങ്ങൾക്ക് ഓട്ടോഗ്രാഫ് ബുക്ക് അലോഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫെയർവെല്ലിൻ്റെ അന്ന് മാത്രമാണ് ഓട്ടോഗ്രാഫ് ബുക്ക് സ്കൂളിൽ കൊണ്ടുപോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2-3 പേരുടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു 10th +1 +2 എപ്പോഴും എൻ്റെ ബാഗിൽ ഒരു ചെറിയ ഡയറി വേണം. എന്തെങ്കിലും ചെറുതായിട്ട് ഫോർമുല എഴുതാനോ ചെറിയ ചെറിയ നോട്ട്സ് ഒക്കെ എഴുതാനോ. അപ്പം അങ്ങനെ ഡയറിയിൽ ലാസ്റ്റ് ഡേ ഞങ്ങളുടെ എല്ലാവരെയും എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഡേ സ്കൂളിൽ വന്നിട്ടാണ് പോയത്. അന്നും 2-3 പേർ കുറച്ച് പേരും കൂടെ ആ ഡയറിയിൽ കുറച്ച് എഴുതി. അത്രേ ഉള്ളൂ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ തീരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഓട്ടോഗ്രാഫ് ബുക്ക് തുറന്ന് നോക്കാം. ഈ ബുക്കിൻ്റെ ഉള്ളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കുറച്ച് ചെറിയ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചത്. അത് ഞാൻ അതിനകത്ത് കീറി ഈ ബുക്കിൽ വെച്ചായിരുന്നു. ഇത് ഞാൻ ലാസ്റ്റ് വായിക്കാം. ഇത് ഞാൻ ഇപ്പോഴും തുറന്ന് നോക്കിയില്ല ആരൊക്കെ എഴുതിയേക്കുന്നതെന്ന്. അപ്പം ഫസ്റ്റത്തെ ആള് ശ്രീകാർത്തിക ജിജു അമ്മു. ഞാൻ സൈഡിൽ പിക്ചർ കൊടുക്കാം ഇതിൻ്റെ. അപ്പം ഞാൻ വായിക്കുന്നത് ശരിയാണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. അമ്മൂസ് ഈ വീഡിയോ കാണുവാണെങ്കിൽ നീ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം നീ തന്നെയാണോ എഴുതിയെന്ന്. കണ്ണാപ്പി താങ്ക് യു ഫോർ ലീവിങ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. കണ്ണാപ്പി എന്ന് വിളിച്ചോണ്ട് ഞാൻ ചിരിച്ചാണ്. ലൈഫ് ലോങ് എൻ്റെ ഫ്രണ്ടായി കൂടെ ഉണ്ടാവണേ. ഷുവർ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പൊന്നെ നിന്നെ. ലവ് യു. സ്റ്റിൽ എനിക്കൊന്നും ഞാനും ശ്രീയും ആയിരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുപ്പം തൊട്ട് ഒരു പ്ലേ തൊട്ട് +2 വരെ ഒരുമിച്ചുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും പിന്നെ സ്വാതിയാണ് പ്ലേ തൊട്ട് 10th വരെ. അവൾ 10th കഴിഞ്ഞപ്പോൾ സ്കൂൾ മാറിപ്പോയി. ബട്ട് സ്റ്റിൽ മൈ ബെസ്റ്റ് ഫ്രണ്ട്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം ആരാണ് ഭാഗ്യശാലി. ഓക്കെ. സ്നേഹ സോജൻ അച്ചു എന്തോ വലിയ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കുഞ്ഞെ ലവ് യു. ഹു നീ നന്നാകുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. താങ്ക് യു. എന്നാലും നന്നാകട്ടെ ഉമ്മ. അത്രേ ഉള്ളൂ. വളരെ ഷോർട്ടായിട്ട്. ഇനി നെക്സ്റ്റ് ആരുടെ നമുക്ക് നോക്കാം. ഇതിനകത്ത് ചക്കയുടെ ഉണ്ടെന്ന് തോന്നുന്നു. റിയൽ ഞങ്ങൾ ചക്കീന്ന് വിളിക്കും. റിയൽ എന്നാണ് ഒഫീഷ്യൽ. എൻ്റെ ബ്ലോഗിലൊക്കെ എൻ്റെ ബ്ലോഗല്ല എൻ്റെ ഷോർട്സിലൊക്കെ കാണിക്കാറുണ്ട്. യെസ്. നെക്സ്റ്റ് അവൾ തന്നെയാണ്. റിയൽ എന്ന സെബാസ്റ്റ്യൻ. അവൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ കുത്തിപ്പറിച്ചിട്ടുണ്ട് എൻ്റെ അതിൽ. എല്ലാം വായിക്കണോ? ബാക്കിയൊന്നും വായിക്കുന്നില്ല. വായിച്ച് ഞാൻ തന്നെ ചിരിച്ച് ചാവും. എന്തിനാ വെറുതെ. ഓക്കെ, ഇത് വായിക്കാം. എന്നെ കുറിച്ച് പറഞ്ഞത്. നീ എൻ്റെ നെഞ്ചിൽ ആഴമേ, നീയൻ പാട്ടി വീണമേ. ബാക്കി അറിഞ്ഞോടാട്ടോ. അത്രേ അവൾക്ക് ആ പാട്ട് അറിയത്തുള്ളൂ. ഐ ലവ് യുടാ കുട്ട. ഐ ആം ഇൻ ലവ് വിത്ത് യു ബിക്കോസ് യു ആർ എ ക്യൂട്ട് ബേബി. ഉമ്മ അതുകൊണ്ട് ഇട്ട കുഞ്ഞിപ്പുഴു. കുഞ്ഞിപ്പുഴു. മോയ് ബേബി ഗേൾ. ഡോറ ബുച്ചി. എന്നും നിന്റെ സ്വന്തം റിയൽ. അവളുടെ ഒപ്പാണ്. ഓക്കെ. നെക്സ്റ്റ് ഓൺ അയോണ സുഭാഷ്. ഡിയർ ന്യൂസേ, നിന്റെ കല്യാണത്തിന് എന്നെ വിളിക്കണേ. കുഞ്ഞ ഞാൻ 1 week മുന്നേ വരാമേ. നമുക്ക് പൊളിക്കണം. പിന്നെ പൊളിക്കാം. പിന്നെ ഒരു കാര്യം, നിന്റെ കല്യാണത്തിന് നമുക്ക് ഫോട്ടോഷൂട്ട് വെക്കണം. ഷുവർ. ഞാൻ ഫോട്ടോ എടുക്കാം. പിന്നെ എൻ്റെ കണ്ണാടി കുഞ്ഞെ ഒരു പാട്ട് പറഞ്ഞ് വെറുന്നിക്കുന്നില്ല. എനിവേ എന്നെ മറക്കല്ലേ. ഞാനും അർഷു. അത്രേ ഉള്ളൂ. എനിക്കൊന്നത് പകുതി വെച്ച് അവള് എഴുതി വെച്ചതാണെന്ന് തോന്നുന്നു. ബാക്കി എഴുതിയിട്ടില്ല. ഗൈസ്. സ്റ്റാറാണ് ഭാഗ്യശാലി. അക്ഷയ ജയ നായർ. മൈ ഡിയർ ചക്കരെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ അറിയാം എങ്കിലും അത്ര കമ്പനി അല്ലായിരുന്നു. ബട്ട് നൗ മൈ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ബഡി. ചില നേരം നീ എന്ത് പാവമാ, ചിലപ്പോൾ എൻ്റെ അമ്മോ. ഐ ലവ് യു സോ മച്ച് പൊന്ന. നിന്നെ ചളി പറയാൻ വാക്കുകളില്ല. ഞാൻ തോന്നുന്നു ഞാൻ 10th നല്ലപോലെ ചളി പറയുന്നു. ഗൈസ്. ഇപ്പൊ ആ കഴിവ് എൻ്റെ കയ്യിൽ നിന്ന് ഒലിച്ചൊലിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആരും മൈൻഡാക്കാത്തോണ്ടാണ്. ആർക്കും ഒരു വിലയില്ല നമ്മളെയൊന്നും. എഗെയിൻ അയോണയാണ് മറ്റേ നമ്മുടെ ചെറിയ ഡയറിയിൽ എഴുതിക്കുന്നത്. മൈ ഡിയറെ കുട്ട, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ എങ്ങനെ ആയാലും നിനക്ക് എന്നോടൊരു ദേഷ്യവും തോന്നാറില്ല. ഐ ആം ഗോണ മിസ് യുടാ. ലവ് യു വിത്ത് അയോണ. ഓക്കെ. ഇപ്പം നെക്സ്റ്റ് നോക്കാവേ. നെക്സ്റ്റ് അയന. കുഞ്ഞിലെ മുതൽ ഇന്ന് വരെ നീ എൻ്റെ ഒരുപാട് സന്തോഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട്.
ഇത് ഞാൻ ഇപ്പോഴാണ് ഞാനത് ഇവിടെ അന്ന് എഴുതിയത് പോലും ഞാനിത് ഓർക്കുന്നില്ല. ഇവിടെ എഴുതിയായിരുന്നോ, അതിനെ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. ഇതാണത് അച്ചു സ്നേഹ, നമ്മൾ നേരത്തെ വായിച്ചല്ലേ. മീൻസ് മിസ് യു കുഞ്ഞ. അവൾ ആവശ്യത്തിന് തന്നെ നമ്മളുടെ ഈ ബുക്കിൽ എഴുതിയത് കൊണ്ട് അവൾ ആദ്യം ഒന്നും എഴുതിയിട്ടില്ല. നെക്സ്റ്റ് എടുത്തപ്പോൾ എനിക്ക് ശരിക്കും ചിരി വന്നു നെക്സ്റ്റ് വായിച്ചപ്പോഴത്തേക്കും. കാരണം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വായിക്കാവേ. മൈ ചുന്ദരി അന്നക്കുട്ടി മിസ് യു ബൈ സ്വാതി സെബാസ്റ്റ്യൻ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, എൻ്റെ വീട് കഴിഞ്ഞ് 2 വീട് കഴിഞ്ഞാൽ അവളുടെ വീടാണ്. അവൾക്ക് വരെ ബസ് അടിക്കുന്നു. എന്ത് ചെയ്യാനാ, നമ്മുടെയൊക്കെ ഒരു കാര്യമേ. നമ്മളൊക്കെ അത്ര വാല്യുബിൾ ആയിരുന്നു. പേരെഴുതിയിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഉടമയാരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡാ പൊന്നെ നിന്റെ ചളി ഞാൻ മിസ് ചെയ്യും, ലവ് യു. ഗായ്സ്, ഈ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കും. അപ്പം നിങ്ങൾക്ക് ആരാ എഴുതിയെന്നറിയെങ്കിൽ പ്ലീസ് ടു കമൻറ്റ്. യെസ് ഗായ്സ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഓട്ടോഗ്രാഫ് ബുക്കിൻ്റെ അവസ്ഥ. ഞാൻ ഒരു വലിയ ബുക്കൊക്കെ ഉണ്ട് എനിക്ക്, പക്ഷെ ഓട്ടോഗ്രാഫ് എഴുതാൻ ആരും ഇല്ലാതെ ആയിപ്പോയി. സങ്കടമൊന്നും ഇല്ല, കുറച്ച് ഗ്ലിസറിൻ ഒഴിക്കായിരുന്നു, അങ്ങനെയെല്ലാം ഒന്ന് കരഞ്ഞാൽ മതിയായിരുന്നു ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ആൻഡ് ദിസ് ഈസ് മൈ ഫോട്ടോ. ഞാനിപ്പോൾ ഓട്ടോഗ്രാഫ് എഴുതിയവരേക്ക് ഈ ഫോട്ടോ എടുത്തിട്ടായിരിക്കും കാണിക്കാൻ പോകുന്നത്. സൈഡിൽ കൊടുത്തേക്കും. ബൈ.